എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് വൈകിപ്പോയിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്ത് ഒരു സാധാരണ സ്കൂൾ മാഷ മോള് വിവാഹം കഴിക്കാതെ അമ്മയാകുമ്പോഴുള്ള ദുരന്തം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അനന്തപത്മനാഭനെ അന്വേഷിച്ച് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോഴൊക്കെ അവൾ എന്നെ എതിർത്തു. അവൾക്ക് ആശിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാളെന്ന് എനിക്കും തോന്നി. പക്ഷേ അവൾക്കും വേണമായിരുന്നല്ലോ ഒരു ജീവിതം. ഞാൻ ഇനി എത്ര നാൾ കൂടി ഉണ്ടാവും? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ സ്വന്തത്തിലൊരു പയ്യൻ തയ്യാറായി. പക്ഷേ മറ്റൊരാൾക്ക് ജനിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. കുഞ്ഞില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് അവളും നിർബന്ധം പിടിച്ചു. അവളുടെ നന്മയ്ക്ക് കുഞ്ഞാണ് ഒരു തടസ്സമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. എല്ലാറ്റിനും കാരണക്കാരനായ അനന്തപത്മനാഭനോടുള്ള വൈരാഗ്യം കുഞ്ഞിനെ വളർത്താൻ അവനും ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതി മോളറിയാതെ അങ്ങനെ ആ കുഞ്ഞിനെ ഞാനാണ് ഇവിടെ കൊണ്ടുകിടത്തിയത്. ഈ കിളവന് പറ്റിയ ഒരു പിഴയാവാം. നിങ്ങളുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ കരുതിയതുപോലെയല്ല തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായത്. കുഞ്ഞില്ലാതെ അവള് ബഹളം കൂട്ടി. ഒന്നും അറിയിക്കാതെ കുറെ ദിവസം ഞാൻ പിടിച്ചു നിന്നു. പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ മോളെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഞാൻ ഇനിയെങ്കിലും എന്റെ മോളെ വിഷമിപ്പിക്കാതെ ആ കുഞ്ഞിനെ തിരിച്ചു തന്നൂടെ? അമ്മാവന് വിഷമം തോന്നരുത്. അമ്മാവൻ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞങ്ങൾ അറിഞ്ഞിടത്തോളം അനന്തപത്മനാഭൻ വളരെ മാന്യന. അയാൾക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസ. ഒരുപക്ഷെ അയാളെ അപമാനിക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനും വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കഥയായിക്കൂടെ? അയ്യോ, അനന്തപത്മനാഭൻ പറയട്ടെ കുഞ്ഞ് അയാളുടെതാണെന്ന്. എന്നാ ഞങ്ങൾ മോളെ തരാം. സാർ വെരി സോറി. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് വന്നാലല്ലാതെ കുഞ്ഞിനെ തരുന്ന പ്രശ്നമില്ല. ക്ഷമിക്കണം, വളരെ അത്യാവശ്യമായിട്ട് അല്പം സംസാരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നത്. ബുദ്ധിമുട്ടായ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ കല്യാണമാണ് നെക്സ്റ്റ് സൺഡേ. അറിയാം, അന്ന് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞല്ലോ. കല്യാണം ക്ഷണിക്കാനാണോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. അമ്മയുടെ ഒരേ ഒരു മകൻ, യാഥാസ്ഥിതിക കുടുംബം, മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്റെ റെപ്യൂട്ടേഷൻ. എനിക്കൊരു മനസ്സമാധാനവും കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളോട് പറയാലോ. സാറ് പറഞ്ഞോളൂ. അന്ന് നിഷേധിച്ചെങ്കിലും സത്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള കുട്ടി എന്റെ കുഞ്ഞാണ്. അത്രേ ഉള്ളൂ. ഇത് സാറ് പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. അതുകൊണ്ടാണ് ഫ്ലാറ്റിൽ കാണാതെ ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അതെല്ലാരും അറിയും. എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ സാറേ? ശാസ്ത്രീയമായി തന്നെ ഇതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ആ സ്ത്രീയെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും വെറുപ്പൊന്നുമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ അവരെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഇപ്പൊ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം എനിക്ക് ടെൻഷൻ ഒഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവർ വന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ കൊടുത്തേക്കണം. സോറി, അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തിനാ? വളർത്താനോ? നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണ കുഞ്ഞിനെ വളർത്താൻ നേരിട്ടുണ്ടോ? ഓ, അന്നൊരിക്കൽ പറഞ്ഞ പോലെ ഓർഫനേജിലാക്കാന്നായിരിക്കും. വെരി സോറി മിസ്റ്റർ അനന്തപത്മനാഭൻ. നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞങ്ങൾ ഇതുവരെ ധരിച്ചിരുന്നത്. ഇത്ര ചീപ്പും സെൽഫിഷും ആണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി അഥവാ നിങ്ങൾ സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞിന്റെ തന്ത നിങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പോരെ? ഇനി നിങ്ങളല്ല, ആര് വന്ന് ചോദിച്ചാലും ആർക്കും ഞങ്ങൾ ആ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് തയ്യാറുമില്ല. വരട്ടെ? പടാ.
വക്കീലിനെ കണ്ടു. നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. കുഞ്ഞ് നമ്മളുടേതാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊന്നുമില്ല. കേസായാൽ പിന്നെ അതിന്റെ നൂലാമാല വേറെ. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛ? അവര് കുഞ്ഞിനെ തരണമെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലണം. ഞാൻ അയാളെ പോയി കാണണമെന്നാണ് അച്ഛൻ പറയുന്നത്. മോളുടെ ഇഷ്ടം. ആരാ? അനന്തു. ആ കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കാൻ വന്നതല്ല. ഒരവകാശവും പിടിച്ചു വാങ്ങാനുമല്ല. അറിയാതെ പോലും വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ വേണം. നമ്മുടെ മോളെ അല്ല, എന്റെ മോളെ അവര് തരുന്നില്ല. അവര് അച്ഛനെ അന്വേഷിക്കുന്നു. ഒരുമിച്ച് ചെന്നാലേ മോളെ തരുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? എനിക്കെന്റെ കുഞ്ഞിനെങ്കിലും ചോദിക്കാനുള്ള അവകാശമില്ലേ? മറ്റൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫ്യൂച്ചർ, അതൊരിക്കലും ഞാനും എന്റെ മോളും കാരണം നഷ്ടപ്പെടില്ല. മോഹങ്ങളൊക്കെ അന്നേ ഉപേക്ഷിച്ചതാണ്. ഞാൻ ഒരിക്കലും ശപിക്കില്ല. നന്മകളെ ഉണ്ടാവൂ. ദയവ് ചെയ്ത് ഇന്നൊരു തവണ മാത്രം എന്റെ കൂടെ വരണം. മോടെ അച്ഛനാണെന്ന് ഒറ്റ പ്രാവശ്യം അവരോട് പറയണം. ഇങ്ങനെ കുട്ടി ഇങ്ങോട്ട് നോക്ക്. ദാ. ആ നോക്ക് മോളെ. ആരാ നോക്ക്. ദാ മോളെ, ദാ നോക്ക്, അങ്ങോട്ട് നോക്ക്. ആയി ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ കൂടെ മോളുടെ അച്ഛനുണ്ട്. ഇനിയെങ്കിലും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. എന്താ? അവരൊന്നിച്ചു വന്നിരിക്കുന്നു കിങ്ങിണിയെ കൊണ്ടുപോകാൻ. ആര്? അനന്തപത്മനാഭനും ആ സ്ത്രീയും. ഇനിയിപ്പോ എന്താ ചെയ്യ? ഒരുമിച്ച് വന്നാ മോളെ കൊടുക്കാമെന്ന് നമ്മൾ ഏറ്റിട്ടുള്ളതാ. ഇവളിവിടെ ഇല്ലാതെ എങ്ങനെടാ? നമ്മൾക്ക് എങ്ങനെ കൊടുക്കുന്നില്ല. ആര് വേണേലും വന്നോട്ടെ. എന്തു വന്നാലും നമ്മൾക്ക് എങ്ങനെ കൊടുക്കുന്നില്ല. ഇനിയും എന്തിനാ വെറുതെ ഈ പിടിവാശി? നിങ്ങൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്നും അതിനെ പിരിയാൻ വിഷമമുണ്ടെന്നുള്ളതൊക്കെ നേരാ. പക്ഷെ ആ വാതുക്ക വന്ന് നിൽക്കുന്നത് അതിന്റെ അച്ഛനും അമ്മയാ. രക്തബന്ധത്തിനെ വിലയുണ്ടാവൂ. അതൊക്കെ ഫിലോസഫി. മോളെ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. എന്നങ്ങനെ തീർത്തു പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ആ കുഞ്ഞിന്റെ ആരാ? അത് വളർന്ന് ബോധം വെക്കുമ്പോ ചോദിക്കും എന്റെ അച്ഛനും അമ്മയും ആരാന്ന്. നിങ്ങൾ 3 പേരാന്ന് പറഞ്ഞ ആ കൊച്ചു സമ്മതിക്കൂ? അത് അതിന്റെ തന്തേനും തള്ളേനും അന്വേഷിച്ചു പോവും.
പോവൂന്ന് മാത്രല്ല, അന്ന് ഈ കൊച്ചു നിങ്ങളെ വെറുക്കുകയും ചെയ്യും. എന്തിനാന്നറിയോ? ഇത്രയും കാലം അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് പിരിച്ചതിന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കളിയും ചിരിയൊക്കെ പെട്ടെന്ന് മാറും. നിങ്ങളും കല്യാണം കഴിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ വേണ്ടാന്ന് വെക്കോ? ഇല്ല. ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേരുന്നതാണ് നല്ലത്. ദേ, ആ പാവം പെങ്കൊച്ചിന്റെ ശാപം വെറുതെ ഈ ചെറുപ്പത്തിൽ പിടിച്ചു വാങ്ങണോ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. തീരുമാനമൊക്കെ നിങ്ങളുടെ. ക്ഷമിക്കണം. വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല മോളെ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. ആരും അല്ലാതിരുന്നിട്ടും അറിയാതെ മോള് ഞങ്ങളുടെ ആരെല്ലാമായിപ്പോയി. വിട്ടുപിരിയാനുള്ള വിഷമം. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ അവളുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് കിട്ടിയല്ലോ. എന്തിന്റെ പേരിലായാലും ഇനി എന്നും നിങ്ങൾ ഒരുമിച്ചുണ്ടാവണം. കിങ്ങിണിക്ക് വേണ്ടി. പ്രോമിസ്? പ്രോമിസ്. ഞാനിവിടെ ഇറങ്ങിക്കോളൂ. നന്ദി. ഞാൻ എന്റെ വാക്ക് തെറ്റിക്കുന്നില്ല. ഇനി ഒരിക്കലും ഞാനും എന്റെ മോളും നിങ്ങൾക്കൊരു ഉപദ്രവമില്ല.
നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണം. ആ